ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പം റീസെന്റ് ആയിട്ട് ഈസ് ലൈക്ക് ഡ്രസ് കോഡ് എന്താണ് ഇന്റർവ്യൂവിന് പോകുമ്പോഴെന്നുള്ളത്. ഇതൊരു വെരി ക്വിക്ക് വീഡിയോ, ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. പക്ഷേ പേഴ്സണലി പറയുകയാണെങ്കിൽ ബി സ്കൂൾ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ എവിടെയും അവര് ഇന്ന ഒരു സ്യൂട്ട് ഇട്ടിട്ട് നിങ്ങൾ വരണം, കോട്ട് ഇട്ടിട്ട് വരണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ പേഴ്സണലി എൻ്റെ ക്യാമ്പസ് കയറിയതിന് ശേഷമുള്ള പ്ലേസ്മെന്റ്സിന്റെ ടൈമിൽ ഈ ഞാൻ ഷേവ് ചെയ്തിട്ടല്ലായിരുന്നു പോകാറുള്ളത്. കാരണം ഞാൻ ഷേവ് ചെയ്യാതായിരുന്നു ഞാൻ മിക്കവാറും ഇന്റർവ്യൂസിനൊക്കെ പോയി ഇരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ പ്ലേസ്മെന്റ് കമ്മിറ്റി പലപ്പോഴും ഇത് നമ്മൾ ക്ലീൻ ഷേവ് ചെയ്യണം, അല്ലെങ്കിൽ യു ഷുഡ് കീപ്പ് എ ഫ്രഞ്ച് ബിയർഡ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ദി റെലവൻസ് ഓഫ് ദിസ് തിങ്. സോ നിങ്ങൾ ഒരാളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു വെൽ ഗ്രൂംഡ് അല്ലാതെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ, ഇന്റർവ്യൂറിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ദാറ്റ് ഓൾസോ ഗിവ്സ് ഔട്ട് ആൻ ഇംപ്രഷൻ ദാറ്റ് യു ആർ നോട്ട് വെരി സീരിയസ് അബൌട്ട് ദാറ്റ്, ഓർ യു ആർ നോട്ട് റെഡി ടു ടേക്ക് എനി പെയിൻ ഓർ എനി എഫേർട്സ് ഫോർ ദാറ്റ്. അപ്പൊ നിങ്ങളൊരു ക്ലീൻ ഷേവ് ചെയ്ത് പോവാണ്, അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് ബിയർഡ് വെച്ചിട്ട് പോവാണെങ്കിൽ, ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ട് ഒരു ഷവറൊക്കെ എടുത്ത് നല്ല രീതിയിൽ മുടിയൊക്കെ ചീകി വെച്ച് പോവുകയാണെങ്കിൽ ദാറ്റ് ഷോസ് ഔട്ട് ഒരു ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ. ആൻഡ് ത്രൂ ഔട്ട് ദി ഇന്റർവ്യൂ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഓറ, ക്യാരക്ടർ, പിന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ആവും. ആൻഡ് അത് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സ്യൂട്ടൊന്നും ഇല്ലെങ്കിൽ ഒരു സോളിഡ് വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലാക്ക് പാന്റ് വിത്ത് ബെൽറ്റ് ആൻഡ് നല്ലൊരു ഷൂസ് ഒക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ, നല്ലൊരു വാച്ചും കെട്ടി പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് ഫൈൻ. പക്ഷേ തിങ് ഈസ്, ഐ മീൻ, നിങ്ങൾ അവിടെ പോയി ഇന്റർവ്യൂവിന് ഓഫ്ലൈൻ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളൊക്കെ ഫുൾ സ്യൂട്ടഡ് ആയിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ യു മൈറ്റ് ഫീൽ ലൈക്ക് മേ ബി ഒരു 1 to 2 അവർ, ഞാനിപ്പോൾ ഇൻഡോറിന്റെ ഇന്റർവ്യൂ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അത് അവർക്കൊരു മിസ്മാച്ച് പറ്റിയതാണ്. അതായത് ഞാൻ ആദ്യമേ പോയി, എൻ്റെത് 2ോ 3ാമത്തെയോ ആയിരുന്നു, പക്ഷെ അവര് ഓരോരോ ലിസ്റ്റ് ഇങ്ങനെ വിളിച്ച് മാറ്റി വെക്കുന്നതിന്റെ കൂട്ടത്തിൽ എൻ്റെത് ലാസ്റ്റ് ആയി പോയി. അപ്പൊ ഞാൻ രാവിലെ 10 മണിക്ക് എത്തിയിട്ട് വൈകുന്നേരം 5 മണിക്കായിരുന്നു എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞത്. അപ്പൊ അത്രയും നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാനായിരുന്നു ലാസ്റ്റ് പേഴ്സൺ. അതായത് ഈ പറഞ്ഞ ഇന്റർവ്യൂവറൊക്കെ എണീച്ച് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു എല്ലാ ഇന്റർവ്യൂസും എല്ലാം വിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ തപ്പിയെടുത്തിട്ടൊക്കെയാണ് എന്റെ ഫയൽ എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ആയിരുന്നു എന്റെ ഇന്റർവ്യൂ ഇടുന്നത്. അപ്പം ഇത്രയും നേരം നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ നമ്മളെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്യും. പരമാവധി ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പല ആൾക്കാരും പല ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇന്റർവ്യൂവറുടെ അടുത്ത് പോയി യു ആർ ഗോയിങ് ടു ഹാവ് എ നോർമൽ കോൺവെർസേഷൻ വിത്ത് സമ്മൺ. അല്ലാതെ നിങ്ങൾ അവര് നിങ്ങളെ ജഡ്ജ് ചെയ്യാനിരിക്കുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പോയിന്റ് ബി, നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് ബാക്കിയുള്ളവരെല്ലാവരും വളരെ വെൽ ഡ്രസ്സും നിങ്ങൾ അണ്ടർ ഡ്രസ്സും ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വെറുതെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ കോൺഫിഡൻസ് കളയണ്ട. കാരണം ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ പ്രഷറും ഒക്കെ ഉണ്ടാവും. സോ ഐ ഹൈലി റെക്കമെൻഡ്, ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വർഷം ബി സ്കൂൾ കയറുമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ എ വെൽ ടൈലേർഡ് സ്യൂട്ട്. അത് ഇപ്പം മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഡിപ്പെൻഡിങ് അപ്പോൺ, ഐ മീൻ, എന്താണ് നിങ്ങൾ ഫോർമൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു നേവി ബ്ലൂ സ്യൂട്ട് വിത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാന്റ് അല്ലെങ്കിൽ ട്രൗസേഴ്സ് ആൻഡ് ഈ പറയുന്ന ഷൂസ് ആണെങ്കിലും സോളിഡ് ലൈക്ക് ബ്ലാക്ക്, അതിന് കളറിന് മാച്ച് ആവുന്ന ഒരു ബെൽറ്റും നല്ലൊരു ടൈയും ഇട്ട് കഴിഞ്ഞാൽ, ഒരു ക്വാളിറ്റി ടൈയും ഒരു വാച്ചും ഇട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഗോ. ഫീമെയിലാണെങ്കിലും അവരുടെ ഇപ്പം ഷർട്ട് പ്ലസ് ബ്ലേസർ, പിന്നെ ആൻഡ് പാന്റ് ഇതിടാം. അല്ലെങ്കിൽ സ്കേർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷർട്ട് പ്ലസ് ഐ മീൻ ബ്ലേസർ പ്ലസ് സ്കേർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ ഗോയിങ് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ലൈക്ക് ഇർമ, ഈവൻ ഒരു ഇന്ത്യൻ ട്രഡീഷണൽ, ഇപ്പോൾ ഒരു ഖാദിയുടെ ഒക്കെ നല്ലൊരു കുർത്ത അല്ലെങ്കിൽ ഒരു നല്ലൊരു സാരി ഇട്ടാലും, മെയിലിനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ നല്ലൊരു കുർത്തയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈവൻ ദാറ്റ് വർക്ക്സ്. ബട്ട് ദെൻ അഗെയിൻ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ബി സ്കൂൾ ഇന്റർവ്യൂ ആണെങ്കിൽ ഫോർമൽസ് ഇട്ട് തന്നെ പോവാം. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഈ വർഷം എന്തായാലും ബി സ്കൂൾ കയറും. പൈസ ഇപ്പൊ കയ്യിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ വൺ, ബിക്കോസ് 2 വർഷം നിങ്ങൾക്ക് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടും യൂസ് ചെയ്യേണ്ടി വരും. എനിക്ക് ഒരൊറ്റ സ്യൂട്ടാണ് ഞാൻ ഒരു ബി സ്കൂളിൽ, എൻ്റെ വേറെ ഉള്ള സ്യൂട്ടൊന്നും അത്ര പ്രൊഫഷണൽ അല്ലായിരുന്നു. അപ്പം ബി സ്കൂളിന്റെ തുടക്കത്തിലുള്ള ഒരു സ്യൂട്ടാണ് ഞാൻ ഇപ്പോഴും പല പരിപാടികൾക്കും ഞാൻ പോകുമ്പോഴത്തേക്കും ഇടാറുള്ളത്. എൻ്റെ ഒരു മെയിൻ സ്യൂട്ട് എന്ന് പറയുന്നത്. ഹിജാബ് ഇടുന്ന ആൾക്കാർക്ക് എന്താണ് ഇതെന്നുള്ളത്, അപ്പം ഈ പറഞ്ഞ സെയിം സാധനം ഞാൻ കണ്ടിട്ടുള്ള വെച്ചിട്ടാണ് പറയുന്നത്. അല്ലാതെ ഇപ്പം എനിക്കിപ്പം എന്താ പറയാ, ഞാനല്ല ഈ ഡ്രസ് കോഡൊന്നും തീരുമാനിക്കുന്നത്. ബട്ട് ദെൻ നിങ്ങളൊരു ബ്ലേസറും അല്ലെങ്കിൽ ഒരു സ്കേർട്ട് അല്ലെങ്കിൽ ഒരു പാന്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഹിജാബ് ഇടുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. ഐ മീൻ, ഇഫ് യു വാണ്ട് ടു കീപ് ഇറ്റ് യു കീപ് ഇറ്റ്. അത് വെച്ചിട്ട് ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യും എന്നുള്ളതൊന്നും വിചാരിച്ച് നിങ്ങൾ ഒരു സാധനം ഇടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് if you don't want to use it, don't use it. I mean, if you feel like okay, you will look odd among the others, then you can
ചൂസ് ടു നോട്ട് യൂസ് ഇറ്റ്, യുവർ പേഴ്സണൽ ചോയ്സ്. അതിനകത്തും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് തിങ് ടു ഡു ഇസ് ലൈക്ക് നിങ്ങൾ അറിയാവുന്ന ആരടുത്തെങ്കിലും, നിങ്ങളുടെ കയ്യിൽ ഒരു സ്യൂട്ട് ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുക. കാരണം ഒരു 1 month 2 month ആണ്. 2 months ഈ സ്യൂട്ട് എന്ന് പറയുന്നത് മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ വെറുതെ ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു സാധനമായിരിക്കും. അതായത് ഇപ്പൊ അടുത്ത് വല്ല എന്തെങ്കിലും കല്യാണത്തിനോ അല്ലെങ്കിൽ ഫെയർവെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന ഒരാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഈസിലി നിങ്ങൾക്ക് ഒരു സ്യൂട്ട് കിട്ടും. അപ്പൊ അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഇന്റർവ്യൂ മാനേജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബി സ്കൂളിൽ പോയി കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ബി സ്കൂൾ ചിലപ്പം നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നത് ചില ബി സ്കൂളിലെ പ്ലേസ്കോം പറയും ഇന്ന കളർ സ്യൂട്ട് മാത്രമേ നമ്മൾ സമ്മതിക്കൂ എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കേസസിലൊന്നും അതില്ലായിരുന്നു. പൊതുവെ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ബ്ലാക്ക് കീസിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ചില ബി സ്കൂൾ അങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിലപ്പം ബ്ലാക്ക് ബ്ലേസറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 10,000 rupees ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ കോളേജ് ചെല്ലുമ്പോൾ അവർ പറയും നമുക്ക് ബ്ലാക്ക് പറ്റില്ല, നേവി ബ്ലൂ പറ്റും, അല്ലെങ്കിൽ നേവി ബ്ലൂ പറ്റില്ല, ബ്ലാക്ക് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ യു വിൽ ഹാവ് ടു സ്പെൻഡ്. സോ ആ ഒരു അൺസർട്ടനിറ്റി അവിടെ നിൽക്കുന്നത് കൊണ്ട് മേ ബി ഇപ്പൊ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ബോറോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള പഴയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി ബി സ്കൂൾ ദേ വിൽ ഷുവർലി ഹാവ് ടൈപ്സ് വിത്ത് റെയ്മണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും കമ്പനീസ് ആൻഡ് ദേ വിൽ അവർ തന്നെ ടൈലർ ചെയ്യും. കുറച്ച് സബ്സിഡൈസ് റേറ്റിൽ 20% 30% ഡിസ്കൗണ്ടിലൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഡ്രസ് കോഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് പറയാനുള്ളത്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു ഗോ വിത്ത് എ ക്ലീൻ ഷേവ് ഓർ എ ബിയർഡ് ഓർ വെൽ ഗ്രൂം, ഷവർ ചെയ്യുക, നല്ലൊരു വാച്ച് കിട്ടുക, ആൻഡ് മുടി ചീകി പോവുക, ആൻഡ് ബെൽറ്റ് ആൻഡ് ഷൂസ് കളർ മാച്ച് ചെയ്യുക. മൊത്തത്തിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ലുക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് ഇൻക്രീസ് ആവും. ആൻഡ് ഫസ്റ്റ് ലുക്ക് ഇംപ്രഷൻ, നിങ്ങൾ ആ ഒരു വാതിൽ തുറന്ന് നടന്ന ഇന്റർവ്യൂ പാനൽ വരെ പോകുന്ന ആ ഒരു നിങ്ങളുടെ പോസ്റ്ററിൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ ഒരു ഓറയും നിങ്ങൾക്ക് നല്ല രീതിയിൽ റേഡിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. ബി സ്കൂൾസിന്റെ ഡ്രസ് കോഡ് പറയുമ്പോഴത്തേക്ക് ഒരു കഥ, ഇത് ഒറിജിനൽ ആണോ എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മേ ബി ഇതൊരു കുക്ക്ഡ് അപ്പ് സ്റ്റോറി ആയിരിക്കാം, മേ ബി ലിറ്റിൽ ബിറ്റ് എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ലോക പ്രശസ്തനായിട്ടുള്ള ക്രിക്കറ്റ് കമന്റേറ്റർ ഹർഷ ബോഗ്ലെ ഒരു IIM അഹമ്മദാബാദ് അലൂമിനിയാണ്. പുള്ളിക്കാരൻ ഇപ്പൊ IIM ഉദയ്പൂരിന്റെ ബോർഡിലൊക്കെ ഉള്ള ഒരാളാണ്. സോ വെരി ക്ലോസ് ടു മാനേജ്മെന്റ് ഡൊമൈൻ ആണ്. സോ പുള്ളിക്കാരൻ MBA എടുക്കാൻ ആക്ച്വലി പുള്ളിക്കാരന് പ്രത്യേകിച്ച് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഹർഷ ബോഗ്ലെയുടെ ഫാദർ നിർബന്ധിച്ചിട്ടാണ് പുള്ളിക്കാരൻ കാറ്റ് എഴുതുന്നതും. കാറ്റ് എഴുതി പൊതുവെ ബ്രില്യന്റ് ആയതുകൊണ്ട് തന്നെ കാറ്റ് നല്ല രീതിയിൽ ക്രാക്ക് ചെയ്ത് IIM അഹമ്മദാബാദിന്റെ ഇന്റർവ്യൂ കിട്ടുമ്പോൾ അതില് പുള്ളിക്കാരന് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒരു ട്രൗസർ ഇട്ടിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിന് പോയത്. അതായത് ഒരു ഷോർട്സ് ഇട്ടിട്ടാണ് ആക്ച്വലി പുള്ളിക്കാരൻ ഇന്റർവ്യൂവിന് പോയത് എന്നൊരു കഥയുണ്ട്. ബട്ട് ദെൻ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഇന്റർവ്യൂ പാനലും കുറച്ച് സർപ്രൈസ് ആയിട്ട് എടുത്തു. ബട്ട് ദെൻ ദേ ടോക്ക് ടു ഹർഷ ബോഗ്ലെ ആൻഡ് ദേ ഫെൽറ്റ് ലൈക്ക് ദിസ് ഗൈ ഹാസ് ഗോട്ട് സം മെറ്റൽ. ആൻഡ് അങ്ങനെ IIM അഹമ്മദാബാദിൽ ഹർഷ ബോഗ്ലെ സെലക്ട് ആവുകയും പിന്നീടുള്ളത് ചരിത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഹർഷ ബോഗ്ലെ, എത്രത്തോളം വലുതാണ് ഹർഷ ബോഗ്ലെ എന്നുള്ളത്. സോ അതിൽ നിന്നും എനിക്ക് പറയാനുള്ളത് ശരിക്കും ഇന്ന് റൂൾ ഇല്ല. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും ഹർഷ ബോഗ്ലെയുടെ അത്ര കോൺഫിഡൻസ് ഉണ്ടാവണമെന്നില്ല എന്നുള്ളത് കൊണ്ട് ഐ വുഡ് സേ പ്രോപ്പറായിട്ട് ഫോർമലായിട്ട് ഡ്രസ് ചെയ്തിട്ട് തന്നെ പോവുക. സോ അത്ര തന്നെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.